ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് പ്ലാന് എലിവേഷൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യമായി റേ കമാൻഡ് എടുക്കുക. ഇതിൻ്റെ പോയിൻറ്റ്സിൽ നിന്ന് കോർണർ പോയിൻറ്റ്സിൽ നിന്ന് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സിൽ നിന്നാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്തതായി നമുക്ക് പ്ലാന് കോപ്പി ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് വയ്ക്കുക. വീണ്ടും അതുപോലെ റേ കമാൻഡ് എടുക്കുക. നമ്മളിപ്പോൾ സെക്ഷൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ലൈൻ എടുക്കുക. സെക്ഷൻ വരയ്ക്കാൻ കണക്കാക്കി ഒരു ലൈൻ കുറച്ചും കൂടെ താഴെ ഇട്ട് വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സെക്ഷൻ എടുക്കാമെന്നുള്ള ബേസ്. അപ്പോൾ റേ കമാൻഡ് എടുക്കുക. നമുക്കപ്പോൾ ഇതുവഴി നോക്കുവാണെങ്കിൽ എന്തൊക്കെ കാണാം? ഈ വോള് കാണാൻ പറ്റും, പിന്നെ ഇവിടുത്തെ വോള് കാണാൻ പറ്റും, പിന്നെ ഈ വോള് കാണാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോൾ എവിടെയൊക്കെയാണോ വോള് കാണാൻ പറ്റുന്നത് അവിടെ നിന്നൊക്കെ നമ്മൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വിൻഡോ കാണാൻ പറ്റും, ഈ വിൻഡോ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ സെക്ഷൻ ലൈനിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് അൺവാണ്ടഡ് ലൈൻസ് ട്രിം ചെയ്യുക എന്നത് തന്നെയാണ്. ഓക്കെ, അടുത്ത് നമുക്ക് $60 സെൻറ്റിമീറ്റർ സൺഷെയ്ഡ് രണ്ട് കോർണറിൽ. ഓക്കെ, അടുത്ത ട്രിം കമാൻഡ്. ഈ ലൈൻസ് ഒന്നും നമുക്ക് വേണ്ട. ഇത് നമ്മുടെ ലിൻഡൽ കോൺക്രീറ്റ് ആണ്. ഈ സൺഷെയ്ഡും ലിൻഡൽ കോൺക്രീറ്റും ഇവിടെ വന്നത്. ഇവിടെ റൂഫ് സ്ലാബിൻ്റെ തിക്നെസ് 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. ഓക്കെ, പാരപ്പറ്റ്. ഓക്കെ, ഇത്രയായി. അടുത്ത് നമുക്ക് ഈ ബേസ് ലൈൻസ്, ഈ ലൈൻസ് ഒന്നും ആവശ്യമില്ല, അതെല്ലാം ട്രിം ചെയ്ത് കളയാം. മേളിലത്തതും ആവശ്യമില്ല. ഓക്കെ, അടുത്ത് നമ്മൾ ഇവിടെ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഡയമെൻഷൻ. 80, 60, 45, 30. ബേസിന് 20, 60, 30, 15. ഈ സൈസുള്ള കോപ്പി ബേസ് പോയിന്റ്.
അടുത്തതായിട്ട് ഓഫ്സെറ്റ് എടുത്ത് 10 സെൻറ്റിമീറ്റർ. ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇതിനകത്ത് കയറി വന്ന ലൈൻസൊക്കെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഏകദേശം കംപ്ലീറ്റഡ് ആയി. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഇത് ട്രിം ചെയ്യുക. ഓക്കെ, അടുത്ത് നമുക്ക് വിൻഡോ പ്ലേസ് ചെയ്യുക. വിൻഡോ പ്ലേസ് ചെയ്യാൻ മറ്റൊന്നുമില്ല, ഈ വിൻഡോ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കോപ്പി ബേസ് പോയിന്റ്. ഓക്കെ, അടുത്ത് ഇത് ട്രിം ചെയ്യുക ഈ ലൈന്. കാരണം ഇവിടെ നമുക്ക് ഡോർ ട്രിം ചെയ്യണ്ട, ഇവിടെ ഡോറിൻ്റെ ഓപ്പണിംഗ് ആണ്. ഒരു സെൻട്രൽ ലൈന് നടുക്കൂടെ വരച്ച് വിട്ട് കൊടുത്താൽ മതി. ഡോറാന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, രണ്ടും ഡോറാണ്. ഇവിടെ ഡോറല്ല, നമുക്കൊരു വോള് മാത്രമല്ലേ ഉള്ളൂ. ഒരു വോള് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല. ഇതൊരു ഓപ്പണിംഗ് അല്ലേ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. നോക്കട്ടെ, അതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി റൂഫിൻ്റെ കൂടെ വന്ന് ലാൻഡ്സ് ട്രിം ചെയ്യുക. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ വിൻഡോ സെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമേ അതിൻ്റെ ആവശ്യമില്ല. ഇതുകൊണ്ട് ഇത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ. ഡോർ കൊടുക്കണ്ട, ഓപ്പണിംഗ് അല്ലേ. ഓക്കെ, പക്ഷെ ഇവിടെ ഡോറാണ്, ഇത് ഡോറാണ്. ഓക്കെ, അടുത്ത് നമുക്ക് ഹാച്ച് ചെയ്യണം. ഈ PCC, ഇവിടെ PCC ആണ്, പ്രൂഫ് അല്ലേ, PCC അല്ല, ഇവിടെ RCC ആണ്, ഇവിടെ PCC ആണ്. നമുക്ക് ഹാച്ച് ചെയ്ത് കൊടുക്കാം. ഹാച്ച് ചെയ്യാൻ വേണ്ടി ഇല്ല, ഇതിങ്ങനെ വലുതായി ഒന്നും കാണാൻ പറ്റാതിരിക്കുമ്പം ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചെറുതാക്കിയോ വലുതാക്കിയോ ചെയ്താൽ മതി. ലിൻഡൽ വരുന്ന ഇവിടെ എല്ലാം ഓക്കെ. അടുത്ത് വീണ്ടും ഹാച്ച്, റാൻഡം ഡബിൾ പനിഷ്മെന്റ് കൊടുക്കാം. ഗ്രാവല്
ബാക്ക്ഗ്രൗണ്ട് ഈ വൈറ്റ് മാറ്റാൻ വേണ്ടി നണ്ണ് കൊടുത്താൽ മതി. ഇതും ബൈ ലെയർ. അടുത്തതായി നമുക്കിനി എന്തോ ചെയ്യാണ്ട് ഇതിൽ. അടുത്ത് നമുക്ക് ഹാച്ച്, ഇത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. ഓക്കെ ഓക്കെ ഇവിടെ കാണാൻ പറ്റത്തില്ല, കുഴപ്പമില്ല, ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതി. ഓക്കെ, ക്ലോസ്, അഗെയിൻ റിപ്പീറ്റ്. അതിൻ്റെ സൈസ് കുറച്ചും കൂടെ ചെറുതാക്കി കൊടുക്കണം. ഓക്കെ, അഗെയിൻ ഹാച്ച്. വലുതാക്കി കൊടുക്കുക. enough. Next dimension. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്ഷൻ. ഇങ്ങനെയാണ് സെക്ഷൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് ലീഡർ ലൈൻ യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യണം. ലീഡർ ലൈൻ വരയ്ക്കാൻ വേണ്ടി ലീഡർ സെലക്ട് ചെയ്യുക. ഓക്കെ, പോരാ. എന്നിട്ട് നമുക്കിതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത് ആവശ്യത്തിന് എക്സ്റ്റെൻഡ് ചെയ്യുക. കുറച്ചും കൂടെ അടുത്ത ടെക്സ്റ്റ് എടുക്കുക. ഫോണ്ട് ചെറുതായി പോയെങ്കിൽ പേടിക്കണ്ട, സെലക്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും അതേപോലെ ലീഡർ എടുക്കുക.
ഓക്കെ, അടുത്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എലിവേഷൻ കംപ്ലീറ്റ് ആയി. അടുത്ത് നമുക്ക് നമ്മൾ രണ്ടാമത് വരച്ച് വെച്ച പ്ലാന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, എളുപ്പത്തിനാണ് ആ ടെക്സ്റ്റ് എടുത്ത് ഇവിടെ കോപ്പി ചെയ്തത്. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് അപ്രൂവലിന് ഒന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ചെയ്താണ്, അതൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത് ഞാൻ ഇതിൽ ലൊക്കേഷൻ മാപ്പും ബാക്കി ലേഔട്ടും സെറ്റ് ചെയ്തിട്ട് ഉള്ള വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി KMBRൻ്റെ പ്ലാന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പെർമിറ്റ് വാങ്ങാൻ വേണ്ടിയുള്ള പ്ലാന് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഇനി ഞാൻ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ പ്ലാന് അടുത്തതായി ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.